ഹലോ ഗായ്സ്, ഇത് രാവിലെ തന്നെയുള്ള കുറച്ച് അൽക്കുലത്തെ പരിപാടികൾ കാട്ടിത്തരാവേ. അപ്പം നമ്മളിത് രാവിലെ 8 മണിയായപ്പോഴാണ് എണിച്ചത്. ഭയങ്കര തണുപ്പായതുകൊണ്ട് നമ്മളിവിടെ നേരത്തെ എണിക്കുന്ന പരിപാടി ഇപ്പം ഇല്ല. പക്ഷേ 8 മണിയായിട്ടും ഭയങ്കര കോടയാട്ടോ, നല്ല തണുപ്പാണ്. നമുക്കൊരു രക്ഷയില്ല. പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്ന് നമ്മൾ വിറച്ച് ചാകും, ആ അവസ്ഥയുണ്ട്. അപ്പോൾ 5 മണി 6 മണി സമയത്തൊക്കെ എന്തായിരിക്കുമല്ലോ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ ദേ കുറച്ച് നേരം അവിടെ പോയി ഇങ്ങനെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുക്കുമ്പി വന്നിട്ടു. സുക്കുമ്പി എന്നെ കണ്ടില്ലെങ്കിൽ അപ്പം തന്നെ എണിച്ച് വരും. എൻ്റെ കൈ ഒന്ന് തട്ടിയാൽ അവനപ്പം തന്നെ എണിച്ച് വരും. പിന്നെ ഞാൻ ചായ വെച്ചു. തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി വെച്ചു. പിന്നെ വേസ്റ്റ് പൂപ്പ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ വേസ്റ്റ് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ കുടിച്ചോളൂ. ചായ ഇല്ലാതെ ഇവിടെ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയും എല്ലാ നേരം ചായ കിട്ടിയ അത്രയും സമാധാനമാണ്. അപ്പോൾ ഇതിങ്ങനെ ഊതി ഊതി കുടിക്കാൻ നല്ല സുഖമാണ്. നല്ല ചൂടനെ തന്നെ കുടിക്കണം. സുക്കുമ്പി ഇതേ ബിസ്ക്കറ്റും ചായയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ഇനി അതിൻ്റെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുടിക്കത്തുള്ളൂ. നമ്മൾ പിന്നെ നേരെ പിന്നെയും ബാൽക്കണിയിലോട്ട് പോകട്ടോ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടി. ഇപ്പം ചെറുതായിട്ടൊക്കെ നമുക്ക് വെയിൽ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കൊരു 9 മണി ഒരു 10 മണിയൊക്കെ ആവാറാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വെയിൽ വരും. അപ്പം നമുക്ക് കുളിച്ചിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ബാൽക്കണിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാട്ടോ. കാരണം ആ ഒരു കമ്പിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ തണുത്ത് വിറങ്ങലിച്ചിരിക്കുവാണെങ്കിൽ തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ചായയായിട്ട് വെയിലത്ത് പോയി നിന്നിട്ടോ, നല്ല സുഖമായിരുന്നു. കാരണം നമുക്ക് അത്രയ്ക്കും തണുത്തിരിക്കുവാണെങ്കിൽ കാലും കൈയൊക്കെ നല്ല വിറങ്ങലിച്ചിരിക്കുമായിരിക്കും തണുത്ത്. പിന്നെ നമ്മൾ 24 മണിക്കൂറും പണിതുകൊണ്ടിരിക്കുവാണല്ലോ അടുക്കളയിൽ. പിന്നെ ഇത് അടുക്കളയിൽ വന്ന് ഞാൻ ദോശ ചുടണം. ദോശ ചൂടോടെ തന്നെ ചുട്ടെടുക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ തണുത്തിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നില്ല. അപ്പം ഞാനും സുക്കുമ്പി കൂടിയും ദോശ ചുടാനുള്ള പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ 3 പേരുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ദോശ മാവ് മതി. നമുക്ക് ഫ്രിഡ്ജില്ല, ഇവിടെ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് നമുക്ക് ബാലൻസ് വരുന്ന മാവ് എടുത്ത് വയ്ക്കാനും പറ്റാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം ആ ഒരു രീതിക്കുള്ള മാവിലാണ് ഉണ്ടാക്കാറുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിവിടെ പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സുക്കുമ്പിയും ചെറിയ രീതിക്ക് ഞങ്ങളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ നടത്തിയിട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ദോശ ഏകദേശം കഴിഞ്ഞ അവസ്ഥയായി. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഓരോന്നോരോന്ന് ചുട്ടെടുത്തു. ഇപ്പോൾ സുക്കുമ്പിയുടെ അടുത്ത പരിപാടി, എനിക്കിവിടെ ദോശ വേണ്ട, എന്നും ഈ വീട്ടിൽ ദോശയാണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നും പുട്ടാണെന്ന് ചോദിക്കും പോലെ. പിന്നെ നമ്മളെ അമ്മമാരുടെ കയ്യിലാണോ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഐഡിയകളില്ലാത്തത്. ഞാൻ അവനിക്ക് വെക്കുന്ന തന്നെ ഒരു ദോശ എടുത്ത് താറാവിനെയും എലിക്കുഞ്ഞിനെയും അങ്ങനെ കണ്ണി കണ്ട ഓരോരോ ഷേപ്പിലുള്ള ഓരോന്നൊക്കെ ഉണ്ടാക്കി അങ്ങ് കൊടുത്തു. പുള്ളിക്കാരൻ അത് കണ്ടപ്പോൾ ഹാപ്പിയായി. ഇത് കൊള്ളാലോ. അപ്പോൾ ദോശമാവായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം, നമുക്ക് നമ്മുടെ മക്കളെ വയറ് നിറയുകയും ചെയ്യും. അങ്ങനെ ഓരോ ഷേപ്പിൽ ഓരോന്നൊക്കെ ആക്കി കൊടുത്തിട്ട് ഞാൻ അവന് ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടിരുത്തി. അത് കഴിഞ്ഞതേ സുക്കുമ്പി ചിക്കനും ദോശയൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് കുറച്ച് അലക്കുലത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അലക്കാനുണ്ട്, തുടയ്ക്കണം, അടിച്ചു വാരണം, ഇതൊക്കെ നടത്തണം. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കത്തുള്ളൂ, എല്ലാ പണിയും കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.